بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين ما بعد اللهم اغفر لنا ولمشايخنا وللوالدين اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما اللهم الهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت إليه ونيب اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ മുഴുവൻ അമലുകളും നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു സന്തോഷത്തോടുകൂടി അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, അവിടുത്തെ സീറത്ത് ചെറിയ രീതിയിൽ അറിയാനും പഠിക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്നും അത് കബൂലാക്കുമാറാകട്ടെ. ഒരിക്കൽ ഷാമിൽ നിന്നുള്ള സിറിയൻ ഭാഗത്ത് നിന്നുള്ള ഒരാൾ മദീനത്തേക്ക് വന്നു. അയാൾ മദീനത്തേക്ക് വന്നതിന് ശേഷം ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചു. അപ്പം അന്ന് ഷാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തിനോട് വിമർശനം വെച്ച് പുലർത്തുകയും ദേഷ്യം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അവരുടെ പ്രചരണങ്ങളിൽ അകപ്പെട്ട് അവരുടെ വാക്കുകൾ കേട്ട് ആകൃഷ്ടനായി അഹ്ലുബൈത്തിനോട് മോശം വിചാരം വെച്ച് പുലർത്തുന്ന ഒരാളായിരുന്നു ഈ മനുഷ്യൻ. അയാൾ മദീനത്തെത്തിയ ഉടനെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചോദിച്ചു. ആരോ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചു കൊടുത്തപ്പം നേരെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മുഖത്ത് നോക്കി ഒരുപാട് ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും മോശം പറയുകയും കുറ്റം പറയുകയൊക്കെ ചെയ്തു. ഹസൻ റളിയല്ലാഹു അൻഹു തിരിച്ചൊന്നും പ്രതികരിച്ചില്ല. വളരെ സൗമ്യനായി മുഴുവനും നിന്ന് കേട്ടു. മദീനത്താണ്, അഷ്റഫുൽ ഖൽക്കിൻ്റെ നാട്ടിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയാണ്. പക്ഷെ അദ്ദേഹം തിരിച്ചൊന്നും പ്രതികരിച്ചില്ല. ആ മനുഷ്യൻ പറയാനുള്ളത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞ് അയാളുടെ സംസാരം നിർത്തിയപ്പോൾ തനിക്ക് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, സഹോദര അയലോക്കെയല്ലോ, ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, നിൻ്റെ കോലവും രൂപവും ഒക്കെ കണ്ടിട്ട് നീ ഈ നാട്ടുകാരനല്ല, യാത്രക്കാരനാണെന്ന് തോന്നല്ലോ. ഒരു അപരിചിതൻ്റെ കോലാണല്ലോ നിൻ്റെ കോലം. ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ട് നിനക്ക് താമസിക്കാനുള്ള സ്ഥലം റെഡിയായോ? നിനക്ക് കഴിക്കാൻ ഭക്ഷണവും വല്ല എന്തെങ്കിലും സാധനങ്ങളും കിട്ടിയിട്ടുണ്ടോ? നീ ഒരു അപരിചിതനാണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് താമസിക്കാൻ സ്ഥലം കിട്ടിയിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വീടുണ്ട് കേട്ടോ, നിനക്ക് എപ്പോഴും അങ്ങോട്ട് വരാം, അവിടെ താമസിക്കാം. നിനക്ക് തിന്നാനൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ഞങ്ങളടുത്ത് വരാം കേട്ടോ, ഞങ്ങളുടെ അടുക്കൽ ഉള്ള ഭക്ഷണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചിട്ട് നമ്മുടെ വിശപ്പടക്കാം, എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കല്ലേ എന്ന് തിരിച്ചു പറഞ്ഞു. ഈ മനുഷ്യൻ ആകെ അങ്കലാപ്പിലായി, ബേജാറായി. അയാൾക്ക് പെട്ടെന്ന് കൺട്രോൾ കിട്ടിയില്ല. അയാൾ പെട്ടെന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, മഹാനവറുകളെ എനിക്ക് മാപ്പ് നൽകണം, എനിക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞു. ഹസൻ റളിയല്ലാഹു ഒരു കാര്യമാക്കിയില്ല. അദ്ദേഹം ഞാനെന്തിനു മാപ്പ് നൽകുന്നു, എനിക്കൊന്നും മനസ്സിൽ വശമായിട്ടില്ല, സാരമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ആ മനുഷ്യൻ പറയാം, ഞാൻ മദീനത്ത് കാലുകുത്തിയ നേരത്ത് എനിക്ക് ഏറ്റവും ദേഷ്യമുണ്ടായിരുന്നത് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കണ്ട് ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ലോകത്ത് വെച്ച് എനിക്ക് ഇഷ്ടമുള്ള മുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മുഖം ഈ മഹാനവറുകളുടെ മുഖമാണ്, ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു. അൽഹംദുലില്ലാഹ്, ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ പറയേണ്ടത് ഇത്രയും അധികം നമ്മളെ ആകർഷിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായ, ഇത്രയും ഉയർന്ന സ്വഭാവ ഗുണങ്ങൾ തൻ്റെ ജീവിതത്തിൽ കാഴ്ചവെച്ചിരുന്ന ആ മഹാനായ സഹാബി, മഹാനായ വ്യക്തിത്വം ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് പറയാനും കേൾക്കാനും ഹുബ്ബ് വെക്കാനും അവരുടെയൊക്കെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഹിജ്റ 3-ാം വർഷം റമളാനിൻ്റെ പകുതിക്കാണ് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രസവിക്കുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ഫാത്തിമയുടെ വീട്ടിലേക്ക് റളിയല്ലാഹു അൻഹ ഓടി വന്നു. കാരണം കുറേ നാളുകൾക്ക് ശേഷം നബി തങ്ങളുടെ വീട്ടിൽ ജനിക്കുന്ന ഒരു ആൺകുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിട്ട് ഒരു ആൺകുട്ടി ഉണ്ടാകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ഒന്നല്ല 2 ആൺകുട്ടികൾ അള്ളാഹു നൽകി. പക്ഷേ 2 പേരെയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അള്ളാഹു തിരിച്ചു വിളിക്കുകയും ചെയ്തു. സന്തോഷത്തോടുകൂടി വന്നിട്ട് അറൂനി ഇബ്നി, എൻ്റെ മോനെ ഒന്ന് എനിക്ക് കാണിക്കി എന്ന് പറഞ്ഞു. മാ സമ്മൈത്തുമു, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, എന്താണ് നിങ്ങൾ പേര് വെച്ചതെന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞ? ഹർബൻ, ഞങ്ങൾ യുദ്ധം എന്നർത്ഥമുള്ള ഒരു പേര് വെച്ചിട്ടുണ്ട് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൽ ഹുവ ഹസനുൻ, അല്ല അങ്ങനെയൊന്നുമല്ല, യുദ്ധമല്ല, അവന് ഹസനാണ്, അല്ലെ, സൗന്ദര്യമുള്ള എല്ലാവിധ നല്ല ഗുണങ്ങളുള്ള ഒരാൾ എന്നൊക്കെ അർത്ഥം വരുന്ന ഹസൻ എന്ന പേര് വെച്ചു റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ആ സമയത്ത് നമുക്ക് പറയാം. നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇമാം സുയൂത്തി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ താരീഖുൽ ഖുലഫ എന്ന ഗ്രന്ഥത്തിലും ബാക്കിയുള്ള മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 2 പേരും ഹസൻ ഹുസൈൻ എന്ന 2 പേരുകൾ അള്ളാഹു അത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്നാണ്. അതിനു മുമ്പ് ജാഹിലിയത്തിൽ ആരും ആ പേര് തങ്ങളുടെ മക്കൾക്ക് വെച്ചിട്ടില്ല എന്നാണ്. ആദ്യമായിട്ട് വെക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പേരക്കുട്ടികൾക്കായിരുന്നു. ഈ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭയങ്കര സാദൃശ്യം പുലർത്തുന്ന ആളായിരുന്നു എന്നാണ്. നമ്മൾ പറയല്ലോ ഒരാളെപ്പോലെ 7 ആളുകൾ ഉണ്ടാവും എന്നൊക്കെ. പിന്നെ നബിതങ്ങളെ കാന അഷ്ബഹുന്നാസി ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളോട് ഏറ്റവും കൂടുതൽ സാദൃശ്യം പുലർത്തുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാദൃശ്യം പുലർത്തിയിരുന്ന, കാണാൻ നബിതങ്ങളെപ്പോലെ തോന്നിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട 5 പേരുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ നബിതങ്ങളോട് സാദൃശ്യമാകുന്ന ആളുകളുണ്ടായിരുന്നു, എന്നാലും അവരിൽ പ്രധാനപ്പെട്ട ആളുകൾ 5 പേരായിരുന്നു. അല്ലാമ ഐനി റഹിമഹുല്ല സഹീഹുൽ ബുഖാരിയുടെ ഷറഹിൽ ഉംദത്തുൽ ഖാരിയിൽ അബു അമർ എന്ന് പറഞ്ഞ ആളിൽ നിന്ന് അത് ഉദ്ധരിക്കുന്നുണ്ട്. 5 പേരായിരുന്നു. അവരൊന്ന് ജഅഫർ ബിൻ അബി താലിബ്, ഹസൻ ബിൻ അലി, ഖുസം ഇബ്നുൽ അബ്ബാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഖുസം, പിന്നെ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്, വസാഇബ് ബിൻ ഉബൈദ് റളിയല്ലാഹു തആല അൻഹു. ഈ 5 പേരായിരുന്നു കാണാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തോന്നിപ്പിക്കുന്നവർ, നബി തങ്ങളോട് സാദൃശ്യമാകുന്നവർ. അതല്ലാത്ത വേറെയും കുറേ ആളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരയുടെ താഴോട്ടുള്ള ഭാഗം നബി തങ്ങളെ പോലെയായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ. അരയുടെ മേലോട്ടുള്ള ഭാഗം ഹസൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പോലെ കാണാൻ തോന്നിപ്പിക്കുമായിരുന്നു. പക്ഷേ അരയുടെ താഴോട്ടുള്ള ഭാഗം കണ്ടാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നബി തങ്ങളുടെയും ഒരേപോലെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ ആഴ്ച ഫാത്തിമ ബീവിയെക്കുറിച്ച് ഐഷ ബീവി പറഞ്ഞത് നമ്മൾ കേട്ടിരുന്നു. കാനത്ത് മിഷ്യത്തുഹ മിഷ്യത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ നടത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തത്തെ പോലെ ആയിരുന്നു എന്ന്. അതേപോലെ അബ്ദുല്ലാഹി ബിൻ ആമിർ, അനസ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുമ തുടങ്ങിയ സഹാബാക്കളെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകളെ പോലെ ആയിരുന്നു എന്നൊക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവരുടെയൊക്കെ കൂട്ടത്തിൽ സ്വഭാവത്തിലും അതേപോലെ സൃഷ്ടിപ്പിലും ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാദൃശ്യരായിരുന്നവർ ഹസൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഈ 5 പേരുടെയും പേരുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് മഹാന്മാരെ നമുക്കൊരു പദ്യം പാടി തന്നിട്ടുണ്ട്. നമുക്ക് പാടാല്ലേ? ബി ഖംസത്തിൻ ശുബ്ബിഹൽ മുഖ്താറു മിൻ മുളരി യാ ഹുസ്ന മാ ഖുവിലു മിൻ ശിബ്ഹിഹിൽ ഹസനി ബിജഅഫരിൻ വബ്നി അമ്മിൽ മുസ്തഫ ഖുസമി വസായിബിൻ വഅബി സുഫിയാന വൽ ഹസനി റളിയല്ലാഹു തആല അൻഹു. 5 പേരാട്ടോ, അതിന് മറക്കരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭയങ്കര സാദൃശ്യനായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് പറഞ്ഞു തന്നതാരാ? അവരിൽ പ്രധാനപ്പെട്ട ആളാരാ? അറിയണ്ടേ അല്ലേ? അത് സാധാരണക്കാരനല്ല. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അന്ന് മദീനത്ത് ജീവിച്ചിരുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി, അമ്പിയാക്കൾക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആൾ, അദ്ദേഹമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ആരാത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസർ നിസ്കരിച്ചിട്ട് സുമ്മ ഖറജ യംശി, പുറത്തിങ്ങനെ നടക്കാനിറങ്ങി. ആ സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹു കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച അദ്ദേഹം കണ്ടു. ഓടിപ്പോയി ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ഇങ്ങനെ തോളിലേക്ക് പൊക്കിയെടുത്ത് വെച്ചു. എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞു, ബി അബി ഷബീഹും ബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഷബീഹും ബി അലി റളിയല്ലാഹു അൻഹു. എൻ്റെ പിതാവ് അർപ്പണം, ഈ കുട്ടി ഒരിക്കലും അവൻ്റെ വാപ്പ അലിയോട് സാദൃശ്യമാകുന്നവനല്ല, ഇവൻ എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാദൃശ്യമാകുന്നവനാണ്. അലിയെപ്പോലെയല്ല കാണാൻ, ഇവനെ കാണാൻ എൻ്റെ ഹബീബിനെ പോലെ തന്നെ ഉണ്ട്. അലിയുൻ യൽഹഖ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഇത് കേട്ട് അത് അംഗീകരിച്ചുകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ശരിയാണ്, ഇവൻ എന്നെപ്പോലെയല്ല, മറിച്ച് ഇവൻ്റെ ഉമ്മയുടെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയാണ് കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ്.
അനസ് റളിയല്ലാഹു അൻഹു എപ്പോഴൊക്കെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കാണുമായിരുന്നു അപ്പോഴൊക്കെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമായിരുന്നു. എന്നിട്ട് ഇപ്രകാരം പറയുമായിരുന്നു, ആർക്കെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യൻദുർ ഇലാ ഹാദാ, ഈ മഹാനവറുകളിലേക്ക് നോക്കിയാൽ മതി കേട്ടോ. കാരണം നബിയെ പോലെ തന്നെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹു വളർന്നു വന്നു. നിബിതങ്ങൾക്ക് ഹസനോടും ഹുസൈനോടും റളിയല്ലാഹു അൻഹു ഭയങ്കര സ്നേഹമായിരുന്നു. അതിപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഇടയിലുള്ള അവസ്ഥ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. പേരമക്കളോടായിരിക്കും ആളുകൾക്ക് സ്വന്തം മക്കളേക്കാൾ കൂടുതൽ സ്നേഹം. ഇപ്പം എന്നോടുള്ള സ്നേഹത്തേക്കാൾ കൂടുതൽ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ എൻ്റെ മക്കളോടാണ് സ്നേഹം. അത് നമ്മൾ സാധാരണ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കണ്ടുവരുന്നൊരവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെയായിരുന്നു. ഹസൻ ഹുസൈൻ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. ഒരു ലിമിറ്റ്ലെസ് സ്നേഹമായിരുന്നു, ഒരു പരിധിയില്ലാത്ത സ്നേഹമായിരുന്നു. ആ സ്നേഹ നിബിധങ്ങൾ നന്നായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അവരെ കളിപ്പിക്കുമായിരുന്നു, അവരെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുമായിരുന്നു, അവരെ തോളിലിരുത്തി കൊണ്ടുപോയിരുന്നു. അവർക്ക് മുന്നിൽ ഒരു വണ്ടിയായി ഇങ്ങനെ നിന്നുകൊടുത്ത് അവർക്ക് പുറത്ത് കയറി കളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുമായിരുന്നു. നിബിധങ്ങളുടെ മുബാറക്കായ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് അവർക്ക് വായിലിടാനും കളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിബിധങ്ങൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ 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 നബി നല്ലതായിട്ട് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. അബൂദാവൂദും നസായിയും റിവായത്ത് എന്ന ഹദീസിൽ കാണാം, ബുറൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹസനും ഹുസൈനും പള്ളീൻ്റെ ഉള്ളിലേക്ക് നടന്നു വന്നു. അലൈഹിമ ഖമീസാനി അഹ്മറാൻ, അവർ രണ്ട് ചുവന്ന കമീസ് ഇട്ടിട്ടാണ് ഇങ്ങനെ നടന്നു വന്നത്. ഭയങ്കര രസമായിരുന്നു അവരെ കാണാൻ. ഈ അസുറാനി വയക്കുമാനി, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ചെറിയ കുട്ടികൾ നടത്തം തുടങ്ങിയ ഉടനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കുറച്ചിങ്ങനെ നടക്കും, പിന്നെ വീഴും, പിന്നെ എഴുന്നേക്കും, പിന്നെ നടക്കും, അങ്ങനെയാണല്ലോ. ഇവർ രണ്ടുപേരും അങ്ങനെ കുറച്ച് നടക്കുന്നു, വീഴുന്നു, പിന്നെയും എഴുന്നേക്കുന്നു, പിന്നെയും നടക്കുന്നു. അങ്ങനെയാണ് പള്ളിയുടെ അകത്തേക്ക് വന്നത്. പെട്ടെന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർത്തിയിട്ട് ഫനസല, മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഫഅഖദഹുമ, ഇവരെ രണ്ടുപേരെയും നബി തങ്ങൾ ഇങ്ങനെ എടുത്തു. നിങ്ങൾ ഒന്നായി ആ രംഗം മനസ്സിൽ കാണാൻ വേണ്ടി ശ്രമിക്കണേ. രണ്ട് കുട്ടികളെയും, ആ ചുവന്ന വസ്ത്രം ധരിച്ച് വന്ന ആ രണ്ട് കുട്ടികളെയും റസൂലുള്ളാഹി വാരിക്കോരി എടുത്തു. ഫസഇദ ബിഹിമ അൽ മിമ്പർ, നബി തങ്ങൾ മിമ്പറിൽ കയറി. എന്നിട്ട് പറഞ്ഞു, സദഖല്ലാഹ്, അല്ലാഹ് പറഞ്ഞത് ഭയങ്കര സത്യ കേട്ടോ. ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, വഅലമു അന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങൾ അറിയണേ, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും അത് നിങ്ങൾക്ക് ഭയങ്കര പരീക്ഷണമാണ് അല്ലാഹ് പറഞ്ഞത്. ഭയങ്കര സത്യം കേട്ടോ. റഅയ്തു ഹാദൈനി, ഇവർ രണ്ടുപേരെയും ഞാൻ കണ്ടു. ഫലം അസ്ബിർ, പിന്നെ എനിക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല, ക്ഷമ കിട്ടിയില്ല, ഞാൻ ഇറങ്ങി അവരെ കോരി എടുത്തുപോയി. അഖദഫിൽ ഖുതുബ, സഹാബി പറയാ, പിന്നെ റസൂലുള്ള ബാക്കിയുള്ള ഖുതുബ പറഞ്ഞു തീർത്തു എന്നാണ്. ഷദ്ദാദ് ഇബ്നുൽ ഹാദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാട്ടോ. എല്ലാം നമ്മൾ സഹീഹായ റിവായത്തുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ, ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് പറയുന്നില്ല. അദ്ദേഹം പറയുക, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നെങ്കിൽ ഇശാ നമസ്കാരത്തിന് അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഒന്നെങ്കിൽ റസൂലുള്ളാഹി ഹസനെ കൊണ്ടുവന്നുകൂടെ, അല്ലെങ്കിൽ ഹുസൈനെ കൊണ്ടുവന്നു, റാവി സംശയമാണ്. അങ്ങനെ നബി തങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി ഇമാമത്തിന് വേണ്ടി മുമ്പിൽ നിന്നു. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ താഴെ വെച്ചു. തക്ബീർ ചൊല്ലി നമസ്കരിക്കാൻ വേണ്ടി ആരംഭിച്ചതിന് ശേഷം നമസ്കാരത്തിനിടയിൽ റസൂലുള്ളാഹി സുജൂദ് ചെയ്തു. ഫഅതാലഹ, പിന്നെ സുജൂദിൽ നിന്ന് എഴുന്നേക്കില്ല, ഭയങ്കര നീണ്ട സുജൂദ്. സഹാബി പറയാ, ഫറഫഅതു റഅസി, എഴുന്നേക്കാതെ കണ്ടപ്പോൾ എനിക്ക് ബേജാറായി, റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും പറ്റിയോ? ഞാൻ പതുക്കെ ഇങ്ങനെ തല ഉയർത്തി നോക്കി, എന്താ പറ്റിയത്, എന്താ സംഭവിച്ചത്? ആരും എഴുന്നേൽക്കുന്നില്ല, അനങ്ങുന്നില്ല, അല്ലേ? കറണ്ട് പോയോ, മൈക്ക് ഓഫായോ? അന്ന് മൈക്കില്ല, നമ്മൾ സാധാരണ പറ്റുന്നതാണല്ലോ. ഞാൻ പതുക്കെ ഇങ്ങനെ തല പൊക്കി നോക്കി, എന്താ സംഭവിച്ചത്? വഇദ സബിയു അലാ ലഹ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴത് ആ കുട്ടി നബി തങ്ങളുടെ പുറത്ത് കയറി കളിക്കുകയായിരുന്നു. വഹുവ സാജിദ്, നബി തങ്ങൾ സുജൂദിൽ തന്നെ കിടക്കുന്നു. ഫറജഅതു ഇലാ സുജൂദി, ഞാൻ പെട്ടെന്ന് എന്തൊക്കെയാ അത് മനസ്സിലായപ്പോൾ വീണ്ടും എൻ്റെ സുജൂദിലേക്ക് എന്നെ തിരിച്ചുപോയി. ഫലമ്മ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അന്നാസ്, നമസ്കാരം തീർന്നപ്പോൾ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി, യാ റസൂലല്ലാഹ്, അള്ളാൻ്റെ റസൂലേ, അങ്ങ് ഭയങ്കര നീളമുള്ള സുജൂദാണ് നമസ്കാരത്തിനിടയിൽ ചെയ്തത്, എന്ത് പറ്റി? ഞങ്ങൾ വിചാരിച്ച് അങ്ങക്ക് എന്തോ അപകടം പറ്റിയെന്ന്, അല്ലെങ്കിൽ അങ്ങേക്ക് വഹി ഇറങ്ങിയാന്നൊക്കെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. സത്യത്തിൽ എന്താ പറ്റിയ റസൂലേ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, കുല്ലു ദാലിക ലം യകുൻ, വഹി ഇറങ്ങിയിട്ടില്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ വലാകിന്ന ഇബ്നി ഇർതഹലനി, എൻ്റെ ഈ മോൻ എന്നെ വണ്ടിയാക്കി കളിക്കുമായിരുന്നു. ഇർതഹലനി എന്ന് പറഞ്ഞാൽ ജഅലനി റാഹിലത്തൻ, എന്നെ ഒരു വണ്ടിയാക്കിയെന്നാ, എന്നെ ഒരു വാഹനമാക്കി കളിക്കുകയായിരുന്നു. ഫകരിഹ്തു അൻ ഉഅജ്ജിലഹു ഹത്താ യഖ്ലിയ ഹാജതഹു, അവൻ്റെ ആവശ്യം പൂർത്തീകരിക്കുന്നതിന്, അവൻ്റെ കളി മതിയാകുന്നതിന് മുമ്പ് ധൃതിയാക്കിയിട്ട് അവൻ്റെ കളി മുറിച്ച് കളയുന്നതിനെ ഞാൻ വെറുത്തു, ഞാൻ ഇഷ്ടപ്പെട്ടില്ല, ഓൻ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി അങ്ങേ കൊണ്ടല്ലാതെ വേറൊരാക്കിയതിനൊന്നും പറ്റൂല. ഞാൻ നിങ്ങളാരും എൻ്റെ അവസ്ഥ ആലോചിച്ചു നോക്കി, ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ?
നമസ്കാരത്തിൽ ഇമാം ഇത് ഏത് മിഹ്റാബിനെ കുറിച്ചാണ് പറയുന്നത്? മസ്ജിദുൻ നബിയുടെ മിഹ്റാബിൽ നടന്ന സംഭവം പറയുന്നത്. എത്ര ഒരു പിന്നെ മഹത്വമുള്ള സ്ഥലം അത്. ആരാ ഇമാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഅ്മൂമിങ്ങൾ ആരാ? സഹാബാക്കളാണ്. അതിനേക്കാൾ മഹത്വമുള്ളവർ വേറെ ഉണ്ടോ? ഇപ്പം ഞാനൊക്കെയാണ് അങ്ങനെ നിൽക്കുമ്പോൾ സംഭവിച്ചെങ്കിൽ നല്ല ദേഷ്യം വരും. ഞാൻ എൻ്റെ കാര്യം തുറന്നു പറയും, എനിക്ക് നല്ല ദേഷ്യം വരും കുട്ടികളങ്ങനെ വന്ന് കളിച്ചാൽ. കാരണം ബാക്കിൽ ആളുണ്ടല്ലോ, നമ്മളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലല്ലോ. ആ കുട്ടിയോട് ചിലപ്പോൾ നമ്മൾ ദേഷ്യം തീർക്കൂല. എന്താ ചെയ്യുക? ആ കുട്ടി അവിടെ വീട്ടിൽ പിടിച്ചു വെക്കാതെ ഇങ്ങോട്ട് അയച്ച ഭാര്യയുടെ അടുത്തേക്ക് നമ്മൾ ഓടിപ്പോവും. അങ്ങനെയാണല്ലോ. അങ്ങാടി തോറ്റ അമ്മയോട് എന്നല്ലേ, ഭാര്യയോട് മുഴുവൻ ദേഷ്യവും നമ്മൾ തീർക്കും. മോളോട് ചൂടാവും, മോളോട് വഴക്കിടും, മോളെ വഴക്ക് പറയും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊന്നും ചെയ്തില്ല. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് തൻ്റെ ഇസാബ എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ളാഹി നമസ്കരിക്കാൻ വരുമ്പം ഹസനും ഹുസൈനും റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹുമാ നബി തങ്ങൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങളുടെ പുറത്ത് കയറുമായിരുന്നു എന്നാണ്. സുന്നത്തൊക്കെ നമസ്കരിക്കുമ്പോൾ അപ്പോൾ ബാക്കിയുള്ള ആളുകൾ അതിങ്ങനെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ റസൂലുള്ളാഹി വിരൽ കൊണ്ട് അഷാറ ഇലൈഹിമ അൻ ദഅൗഹുമ, അവരെ വിട്ടേക്ക് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്ന, നിങ്ങൾ പിടിച്ചു മാറ്റണ്ട, അവരെ വിട്ടേക്ക് ആംഗ്യം കാണിക്കുന്നു. അവർ കളിച്ച് തീരുന്നത് റസൂലുള്ളാഹി സുജൂദ് റുക്കൂയിലും കിടക്കും. അത് കഴിഞ്ഞാൽ റസൂലുള്ളാഹി നമസ്കാരം കഴിഞ്ഞിട്ട് അവരെ കെട്ടിപ്പിടിച്ച്, അടിക്കൂല, വഴക്ക് പറയൂല, ചൂടാവില്ല, കെട്ടിപ്പിടിച്ച് നബി തങ്ങളുടെ മടിയിൽ ഇരുത്തുമായിരുന്നു എന്നാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാണ്, ഇത് ഇമാം തിർമിദി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ ചുമലിൽ ഇങ്ങനെ കൊണ്ടുപോയി, ഇങ്ങനെ വണ്ടിയിൽ ഇരുത്തുന്ന പോലെ ചുമലിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് നടന്നു പോകുമായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യന് ഇത് കണ്ട് അയാൾ പറഞ്ഞു, നിഅമൽ മർകബു റകിബ്ത യാ ഗുലാം. ആഹാ കുട്ടി, നിനക്ക് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളി വണ്ടിയാണല്ലോ. കാരണം ആരാ നിൻ്റെ വണ്ടി? അഷ്റഫുൽ ഖൽഖല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു നല്ല വണ്ടി നിനക്ക് കിട്ടാനില്ല, അടിപൊളി വണ്ടിയാണല്ലോ നിനക്ക് കിട്ടിയിരിക്കുന്നത്, നീ കയറിയിരിക്കുന്നത് കുട്ടി എന്ന് പറഞ്ഞു. പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, വനിഅമർ റാകിബു ഹുവ, ഈ വണ്ടി മാത്രമല്ല അടിപൊളി, വണ്ടി മാത്രമല്ല സംഭവം, ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന എൻ്റെ മകനും, അവനും മഹാസംഭവമാണ് കേട്ടോ, അവനും ഭയങ്കര മഹത്വമുള്ളവനാണ്. അത് വണ്ടി മാത്രമല്ല, എൻ്റെ മോനും ആ യാത്ര ചെയ്യുന്നവനും, വനിഅമർ റാകിബു ഹുവ, അവനും ഭയങ്കര സംഭവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി അടുത്തത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹി റിവായത്ത്. ഇതൊക്കെ ബുഖാരിയിലുണ്ട്, തിർമിദിയിലുണ്ട്, അബൂദാവൂദിലുണ്ട്, മുസ്ലിമിലൊക്കെ ഉണ്ട്. സഹിഹായ റിവായത്തുകളാണ്, നമ്മൾ കേട്ടിട്ടില്ലാന്നേ ഉള്ളൂ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനത്തെ മാർക്കറ്റിൽ നിന്നൊരു മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ നേരം നടന്ന് പിന്നെ റസൂലുള്ളാഹി അവിടെ നിന്ന് തിരിച്ചു വന്നു, ഞാനും കൂടെ തിരിച്ചു വന്നു. എന്നിട്ട് നേരെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് റസൂലുള്ളാഹി ഹസൻ ഹസൻ എന്ന് വിളിച്ചു. ചില റിവായത്തിൽ ഐ ലുക്കൈ ഐ ലുക്ക ഐ ലുക്ക, കുഞ്ഞുമോനെ 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 എന്ന് റസൂലുള്ളാഹി ഒച്ചത്തിൽ വിളിച്ചു. ഫലം യുജിബ്ഹു അഹദുൻ, പക്ഷെ ആരും മറുപടി കൊടുത്തില്ല, ആരും പുറത്തേക്ക് വന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി റസൂലുള്ളാഹി വിളിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ കുട്ടിയുടെ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഫാത്തിമ പെട്ടെന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതാണെന്ന് എനിക്ക് മനസ്സിലായി. കുറേ നേരം വിളിച്ചിട്ടും ആരെയും കാണാതായപ്പം നബി തങ്ങൾ തൊട്ടടുത്തുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്ന് അതിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം, കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഹസൻ റളിയല്ലാഹു അൻഹു നല്ല കുളിപ്പിച്ച് കുട്ടപ്പനായിട്ട് ഒരു പ്രത്യേകതരം സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൂട്ടിക്കെട്ടി ഒരു മാല പോലത്തെ ഒരു സാധനവും ധരിച്ചിട്ട് നല്ല മണത്തോടുകൂടി നല്ല മൊഞ്ചോടുകൂടി നബി തങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്നു. ഫൽതസമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽതസമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഹസനെയും ഹസൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. നബി തങ്ങൾ സന്തോഷത്തോടുകൂടി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബു, അല്ലാഹുവേ ഞാൻ ഇവനെ സ്നേഹിക്കുന്നു, ഫഅഹിബ്ബഹു, നീയും സ്നേഹിക്കണേ, വഅഹിബ്ബ മൻ യുഹിബ്ബുഹു, ഇവനെ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കണേ റബ്ബേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു എന്ന്. അല്ലാഹുവേ ഞങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ മകൾ ഫാത്തിമയും അവിടുത്തെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈനെയും അവർ രണ്ടുപേരുടെ ഒപ്പ അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നു റബ്ബേ, അവരെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണമെന്ന് ഞങ്ങളുടെ റസൂല് നിന്നോട് ദുആ ചെയ്തിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് നിൻ്റെ സ്നേഹം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലേ, നമുക്ക് ദുആ ചെയ്തൂടെ? ഒന്നുകൂടി ദുആ ചെയ്യാം. അല്ലാഹുവേ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയും അവിടുത്തെ പേരക്കുട്ടി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയും അവരുടെ ഉപ്പ അലി റളിയല്ലാഹു അൻഹുവിനെയൊക്കെ സ്നേഹിക്കുന്നു റബ്ബേ. അവരെ സ്നേഹിച്ചവർക്ക് നിൻ്റെ സ്നേഹം കൊടുക്കണമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നിൻ്റെ സ്നേഹം തരണേ അല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അതിനുശേഷം എപ്പോഴൊക്കെ ഞാൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടോ അപ്പോഴൊക്കെ എൻ്റെ കണ്ണറിയാതെ നിറഞ്ഞൊഴുകുമായിരുന്നു എന്നാണ് നബി തങ്ങളുടെ ആ ഒരു ദുആ ആലോചിച്ചിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് മരണം വരെയും ഹസൻ റളിയല്ലാഹു അൻഹു വളർന്ന് വലുതായി.
മരണം വരെയുമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് വളരെ മാതൃകയാകുന്ന ജീവിതമായിരുന്നു. ഇബാദത്തിൻ്റെ വിഷയത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന വിഷയത്തിലുമൊക്കെ അദ്ദേഹം വളരെ മുൻപന്തിയിലായിരുന്നു. ഹാക്കിം റഹിമുള്ള റിവായത്ത് എന്ന ഹദീസിൽ അബ്ദുല്ലാഹിബിൻ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹസൻ റളിയല്ലാഹു അൻഹു ഏകദേശം 25 ഹജ്ജുകൾ നടന്നു ചെയ്തിട്ടുണ്ട് എന്നാണ്. 25 ഹജ്ജുകൾ അദ്ദേഹം നടന്നു ചെയ്തിട്ടുണ്ട് എന്നാണ്. 2 പ്രാവശ്യം ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തുകളും അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം മുഴുവൻ സമ്പത്തുകളും. 3 പ്രാവശ്യം ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നേരെ പകുതിയാക്കിയിട്ട് പകുതി മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ച് പകുതി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ബാക്കിയാക്കിയെന്നാണ്. സമ്പത്ത് മുഴുവനും ചിലവഴിച്ചത് എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. സമ്പത്ത് പകുതിയാക്കിയത് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അതേപോലെ തന്നെ സ്വഭാവ ഗുണത്തിലും നമ്മൾ നേരത്തെ കേട്ട സംഭവം പോലെ തന്നെ സ്വഭാവ ഗുണത്തിലും വളരെ ഉയർന്ന സ്വഭാവമായിരുന്നു. കാരണം അദ്ദേഹത്തെ തർബിയത്ത് ചെയ്തിട്ടുണ്ടാവും? ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. പക്ഷെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്നേഹം കുറച്ച് വർഷമേ കിട്ടിയിട്ടുള്ളൂ. 7 വയസ്സാകുമ്പോഴത്തേക്ക് ഫാത്തിമ ബീവി വഫാത്തായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് 7 വയസ്സുള്ളപ്പോഴാണ് വഫാത്താകുന്നത്. പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ ഫാത്തിമ ബീവി മരണപ്പെട്ടല്ലോ. ഉമ്മയുടെ സ്നേഹവും തർബിയത്തും വാത്സല്യവും ഒക്കെ 6 അല്ലെങ്കിൽ 7 വയസ്സ് വരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ തർബിയത്ത് നല്ല അസർ ചെയ്തിരുന്നു. ഭയങ്കര അദബായിരുന്നു, ബഹുമാനായിരുന്നു, താഴ്മയായിരുന്നു. നമുക്ക് വായിച്ചാൽ കേട്ടാൽ അറിയാതെ സ്നേഹം വന്നു പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഒരു ഉദാഹരണം പറയാം. ഇബ്നു സഅദ് റഹിമഹുല്ലാ റിവായത്ത് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി പറയാണ്, ഹസൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു മജ്ലിസിൽ ഇരിക്കുകയായിരുന്നു. ഇരുന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ സമയമായപ്പോൾ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ മജ്ലിസിലിരുന്നു. സാധാരണക്കാരനായ മനുഷ്യൻ. അപ്പം ഇദ്ദേഹം എഴുന്നേറ്റ് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ആ മനുഷ്യൻ വന്നിരുന്നത്. അപ്പോൾ പതുക്കെ ആ വ്യക്തിയോട് ഇദ്ദേഹം ചോദിച്ചു, ഇന്നക ജലസ്ത ഇലൈന അല ഹീനി ഖിയാമിൻ മിന്ന, ഞങ്ങൾ ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേക്കാൻ നേരത്താണല്ലോ നീ ഇവിടെ വന്നിരുന്നത്, അപ്പോൾ നീ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങളൊന്ന് എഴുന്നേറ്റ് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന് തന്നെ ഭയങ്കര അത്ഭുതം. കാരണം ഞാനൊരു സാധാരണ മനുഷ്യൻ, അങ്ങ് എഴുന്നേൽക്കോ പോവോ എന്തോ ചെയ്തോ, പക്ഷെ അയാൾ വന്നിരുന്നതാണ് നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് മഹാനവറുകൾ അതുപോലും ശ്രദ്ധിച്ചിട്ട് ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ അയാളുടെ അനുവാദം ചോദിച്ചു, ഞാൻ ഒന്ന് എഴുന്നേറ്റോട്ടെ, നിന്നെ ബുദ്ധിമുട്ടിക്കാനല്ലോട്ടെ, കുറേ നേരമായി ഞങ്ങൾ ഇരിക്കുന്നു, നീ വന്നോണ്ടല്ല, അതുകൊണ്ട് ഞങ്ങൾ എഴുന്നേക്കാൻ സമയമുണ്ട്, എഴുന്നേറ്റോട്ടെ എന്ന് അനുവാദം ചോദിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റു എന്നാണ്. ഇങ്ങനെ ഇത്രയും ഉയർന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വാപ്പ അലി റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെട്ടതിന് ശേഷം ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണം കുറച്ച് സമയത്തേക്ക് അദ്ദേഹം ഏറ്റെടുത്തു. ഏകദേശം 6 മാസവും കുറച്ച് ദിവസങ്ങളും അദ്ദേഹം ഭരിച്ചു. അതിനുശേഷം മുസ്ലിമീങ്ങളുടെ ഒരു നന്മക്ക് വേണ്ടിയിട്ട്, രക്തം ചീന്തൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, വലിയൊരു ഫിത്ന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒഴിഞ്ഞു കൊടുത്തു. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം സത്യമായി പുലർന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടു. ഹസൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്, തൊട്ടടുത്തുണ്ടായിരുന്നു. നബി തങ്ങൾ ഇങ്ങനെ ഇടക്ക് ജനങ്ങളിലേക്ക് നോക്കുമ്പോലും അതിന് പിന്നെ ഇടക്ക് ഹസനിലേക്ക് നോക്കും, വീണ്ടും ജനങ്ങളിലേക്ക് നോക്കും, വീണ്ടും കുട്ടികളിലേക്ക് പോകും. അങ്ങനെ റസൂലുള്ളാഹി ഖുതുബ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഖുതുബക്കിടയിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നബിനി ഹാദാ സയ്യിദുൻ, എൻ്റെ ഈ മോനുണ്ടല്ലോ അവൻ വലിയൊരു നേതാവാണ്. വലഅല്ലല്ലാഹ അൻ യുസ്ലിഹ ബിഹി ബൈന ഫിഅതൈനി മിനൽ മുസ്ലിമീൻ, ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട 2 വലിയ ടീമുകൾക്കിടയിൽ, 2 വലിയ വിഭാഗത്തിനിടയിൽ അള്ളാഹു ഇവനെ കൊണ്ട് സുൽഹ് ഉണ്ടാക്കും എന്ന് റസൂലുള്ളാഹി അന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരിയുടെ റിവായത്താണ്. ആ പ്രവചനത്തെ അക്ഷരം പ്രതി പ്രാവർത്തികമാക്കിക്കൊണ്ട് 6 മാസവും ചില്ലറ ദിവസങ്ങളും ഭരിച്ചിട്ട് അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹു ഒരുമിച്ച് സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു. അതോടുകൂടി അത്രയും കുറച്ച് കാലമായിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്തച്ചൊരിച്ചിലൊക്കെ നിന്ന് വീണ്ടും എല്ലാവരും ഒറ്റ ഖലീഫയുടെ കീഴിൽ, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ ഒരുമിച്ച് കൂടി വലിയൊരു സുൽഹ് അതിലൂടെ ഉണ്ടായി. അവസാനം ഹിജ്റ 49 അദ്ദേഹം വഫാത്താകുന്നത്. 49. അപ്പോൾ നമ്മൾ ഹിജ്റ 3 ജനിച്ചു, 49 വഫാത്തായി. അപ്പോൾ ഏകദേശം എത്ര വയസ്സുണ്ടാവും? 46 അല്ലെങ്കിൽ 47 അല്ലെങ്കിൽ 45, 46 വയസ്സെന്ന് പറയാം. 46 വയസ്സ് ഏകദേശം ഉണ്ടാവും. ചരിത്രത്തിൽ പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ജഅദ എന്ന് പറഞ്ഞ സ്ത്രീ വിഷം കൊടുത്തിട്ടാണ്, ആ വിഷത്തിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്ന്, അല്ലെങ്കിൽ ഷഹീദാക്കപ്പെടുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. എന്തായാലും വിഷം കൊടുത്തിട്ടാണ്, വിഷം ഉള്ളിൽ കയറിയിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ആരാണ് കൊടുത്തതെന്നുള്ളതിൽ ഭയങ്കര ചർച്ചകൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ വിഷം കഴിച്ചു, അതിൻ്റെ ഉള്ളിൽ പോയി, പിന്നെ ഭയങ്കര രോഗാവസ്ഥയിലായി കുറേ നാൾ കടന്നു, ഛർദിയും ബുദ്ധിമുട്ടൊക്കെ ആയി കടന്നു, ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് അവസാനം വഫാത്താകുന്നത്. അപ്പോൾ ഈ വിഷം കൊടുക്കപ്പെട്ട് രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട്, ആരാ അങ്ങേക്ക് വിഷം നൽകിയെന്ന് ചോദിക്കാറ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു കേട്ടോ, എനിക്ക് ആരാ വിഷം നൽകിയെന്ന് ഹസൻ റളിയല്ലാഹു അൻഹു അറിയായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കാറുണ്ട്, ആരാ നിങ്ങൾക്ക് വിഷം നൽകിയത്. കാരണം കൈകാര്യം ചെയ്യുന്നു, ഹുസൈൻ റളിയല്ലാഹു അൻഹു ജോഷിൻ്റെ ആളാണല്ലോ, ആരാ തന്നതെന്ന് ചോദിക്കുമായിരുന്നു.
അപ്പോൾ തിരിച്ച് ഹസൻ റളിയല്ലാഹു പറയാൻ, എന്തിനാ ഹുസൈനെ നിനക്കത് അറിഞ്ഞിട്ട്, അനിയനാണല്ലോ, എന്തിനാ ഹുസൈനെ നിനക്കത് അറിഞ്ഞിട്ട് കാര്യം, നീ അവനെ കൈകാര്യം ചെയ്യാനാ? ഞാൻ വിചാരിക്കുന്ന ആളാണ് എനിക്ക് വിഷം നൽകിയതെങ്കിൽ അയാളെ കൈകാര്യം ചെയ്യാൻ നിന്നേക്കാൾ കഴിവുള്ള ആൾക്ക് ഞാൻ അയാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരാത്? അള്ളാഹു. അവനാണ് കൂടുതൽ കഴിവും ശക്തിയുള്ളവൻ, അവൻ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അവൻ കൈകാര്യം ചെയ്തുകൊള്ളും. ഇനി അഥവാ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല എനിക്ക് വിഷം നൽകിയതെങ്കിൽ അങ്ങനെ അയാളെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞിട്ട് നീ എന്തെങ്കിലും പോയി ചെയ്താൽ ഞാൻ കാരണം ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടൂലേ, നിരപരാധി വേദനിപ്പിക്കപ്പെടൂലേ, ബുദ്ധിമുട്ടിക്കപ്പെടൂലേ? അതെനിക്കൊരിക്കലും തൃപ്തിയല്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിന്നോട് ആ പേര് പറഞ്ഞു തരൂല എന്ന് പറഞ്ഞു. അവസാനം മരണസമയത്ത് മഹാനവറുകൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹം. എന്താ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ ഉറ്റ തോഴന്മാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരുടെ കൂടെ ഹുജറത്തു ഷരീഫയിൽ അടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ദഫൻ ചെയ്യപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം പണ്ടേ ഉള്ളതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള സമയത്ത് ഐഷ റളിയല്ലാഹു അൻഹയോട് പോയിട്ട് അദ്ദേഹം അനുവാദം ചോദിച്ചിരുന്നു. ഐഷ റളിയല്ലാഹു അൻഹ വളരെ സന്തോഷത്തോടു കൂടി അനുവാദം കൊടുത്തു, കാരണം അവരുടെ വീടാണല്ലോ, അനുവാദം കൊടുത്തു. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മരിക്കാൻ സമയത്ത് വിളിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഐഷ ബീവിയോട് ചോദിച്ചു വെച്ചിട്ടുണ്ട്, അവർ അനുവാദം തന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ഒന്നുകൂടി പോയി ചോദിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പോയി ചോദിക്കണം, കാരണം ജീവിതകാലത്ത് ഞാൻ നേരിട്ട് പോയപ്പോൾ ചിലപ്പോൾ നാണയായിട്ട് നോ പറയാൻ മടിയായിട്ട് യെസ് പറഞ്ഞതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചോദിച്ചിട്ട് അവർ സമ്മതിച്ചാൽ നീ എന്നെ അവിടെ അടക്കണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇന്നത്തെ മദീനയിലെ ഖലീഫ, മദീനയിലെ ഗവർണർ അല്ലെങ്കിൽ മദീന ഭരിക്കുന്ന ആളുകൾ, ബനു ഉമയ്യക്കാർ എന്നോട് ഭയങ്കര ദേഷ്യമുള്ളവരാണ്. എനിക്ക് തോന്നുന്നത് ഇല്ല സയം നഊഖ്, അവർ നിന്നെ തടയൂ എന്ന് തോന്നുന്നുണ്ട്, അവർ എന്നെ അവിടെ അടക്കാൻ വിടൂല. അഥവാ അങ്ങനെ അവർ തടഞ്ഞാൽ അനിയ മോനെ ഫലാ തുറാജിഉഹും ഫീ ദാലിക, നീ ഒരിക്കലും അവരോട് വഴക്കിന് പോകരുത്. ഫിത്നയെ തീരെ ഇഷ്ടപ്പെടാത്ത സഹാബിയായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. കുഴപ്പത്തെ, കുലുമാലിനെ, കോലാഹലത്തെ തീരെ ഇഷ്ടപ്പെടാത്ത സഹാബിയായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു ഫലാ തുറാജിഉഹും ഫീ ദാലിക, അവരോട് കുഴപ്പത്തിനും കുലുമാലിനും ഒന്നും പോകരുത്. വദ്ഫുനി ഫീ ബഖീൽ ഖർഖദ്, ബാക്കിയുള്ള മുസ്ലിങ്ങളും കൂടെ എന്നെയും നീ ബഖീഉൽ ഖർഖദിൽ അടക്കം ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നും നീ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രവചിച്ചതുപോലെ അല്ലെങ്കിൽ അദ്ദേഹം കണ്ടതുപോലെ മരിച്ചതിന് ശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹു വലിയ കാര്യമായിട്ട് അദ്ദേഹത്തെ ബഖീഅ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ഹുജറത്തു ഷരീഫയിൽ അടക്കാൻ വേണ്ടി പോകുമ്പം അന്നത്തെ മദീനയിലെ ഗവർണറും ഭരണകർത്താക്കളും അദ്ദേഹത്തെ നിരോധിച്ചു, പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. പാവം എൻ്റെ ഇക്കാക്ക ജീവിതം മുഴുവൻ ഒരു പാവമായിട്ട് ജീവിച്ചു. അന്നത്തെ മദീനത്തെ കീഴം വെക്കാത്ത രാജാവിൻ്റെ പൗത്രനായിട്ട് പോലും അതിൻ്റെ പ്രത്യേക സ്ഥാനമാനങ്ങളൊന്നും കിട്ടിയില്ല. അവസാനം ഭരണാധികാരം കിട്ടിയപ്പോൾ അതും 6 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്തു. ഇങ്ങനെ ജീവിതത്തിലെല്ലാം ഒഴിഞ്ഞു കൊടുത്തു, ഒരു സുഖവും അനുഭവിക്കാത്ത ഇക്കാക്ക അവസാനമായിട്ട് പറഞ്ഞൊരാഗ്രഹം അവിടെ അടങ്ങണമെന്ന്, അതും കൂടി ഇവർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൺട്രോൾ കിട്ടിയിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഇതൊക്കെ എടുത്ത് ആദ്യം ഐഷ ബീവിനോട് അനുവാദം ചോദിച്ചു. ഐഷ ബീവി അനുവാദം കൊടുത്തപ്പോഴാണിത്. അദ്ദേഹത്തിൻ്റെ പടച്ചട്ടയും മറ്റും കഴിഞ്ഞ് വാളൊക്കെ കയ്യിലെടുത്തിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി. മദീനത്തെ ഗവർണർ തിരിച്ചും അദ്ദേഹം ഒരു സൈന്യത്തെ തയ്യാറാക്കി, ഒരു യുദ്ധം നടക്കുമെന്നുള്ള അവസ്ഥയിലെത്തി. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അറിഞ്ഞു ഉടനെ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നഹു ലദുൽമുൻ, തീർച്ചയായും ഇത് മഹാ അക്രമാണ്. യുംനഉൽ ഹസനു അൻ യുദ്ഫന മഅ അബീഹി, ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉപ്പയോടൊപ്പം അടങ്ങുന്നതിനെ ഇവർ തടയുകയോ? വല്ലാഹി ഇന്നഹു ലബ്നു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവാണ് ഈ ഇദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുത്രനാണ്, അങ്ങനെ പുത്രൻ സ്വന്തം ഉപ്പയനെ പരം അടങ്ങുന്നത് തടയുകയോ എന്ന് ചോദിച്ചു അദ്ദേഹം. പക്ഷെ അദ്ദേഹം നല്ല പക്വതയുള്ള മനുഷ്യനായിരുന്നു, പ്രായമെത്തിയ സഹാബിയായിരുന്നു. അദ്ദേഹം ആ സമയത്ത് ഒരു യുദ്ധം നടന്നാൽ മദീനത്ത് ഭയങ്കര പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം നേരെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പോയി പറഞ്ഞ് സംസാരിച്ച് തൻ്റെ സഹോദരൻ ഹസൻ റളിയല്ലാഹുവിൻ്റെ വാക്ക് ഓർമ്മിപ്പിച്ച്, എന്നോട് നിൻ്റെ കാക്ക പറഞ്ഞിട്ടില്ലേ, അഥവാ ഇവിടെ കുഴപ്പമുണ്ടായാൽ എന്നെ ബഖീയിൽ അടക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, കുഴപ്പമുണ്ടാക്കരുതെന്ന് പറഞ്ഞു, അതുകൊണ്ട് നീ യുദ്ധം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒന്ന് അടങ്ങി സാധാരണ മുസ്ലിമീങ്ങളെപ്പോലെ ആ മഹാനവറുകളെ ബഖീഉൽ ഖർഖദിൽ കൊണ്ടുപോയി ഉമ്മ ഫാത്തിമയുടെ ചാരത്തായിട്ട് അവിടെ അടക്കം ചെയ്തു റളിയല്ലാഹു അൻഹു. ഇന്ന് നമ്മൾ മദീനത്തൊക്കെ ഉംറക്കൊക്കെ പോകുമ്പം, ഹജ്ജിനൊക്കെ പോകുമ്പോൾ മദീനത്ത് പോയാൽ ബഖീയിൽ പോയാൽ കുറച്ചങ്ങോട്ട് ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും ഫാത്തിമ ബീവിയുടെയും ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ ഒക്കെ സ്ഥലം. അവിടെ പോയി യാ അസ്സലാമു അലൈക യാ ബിൻത റസൂലില്ലാഹ് ഫാത്തിമ ബിൻത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാമു അലൈക യാ ഹസൻ ബിൻ അലി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ മനസ്സിൽ ആലോചിച്ച് കണ്ണ് നിറഞ്ഞു വേണം ഇനി മുതൽ അവിടെ പോയിട്ട് സലാം പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് നമ്മൾ അവിടേക്ക് എത്തിക്കുമാറാകട്ടെ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ രോഗം മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഭയങ്കരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് വേദന കഴിച്ചമർത്താൻ കഴിയാതെ ഭയങ്കര ബുദ്ധിമുട്ടുക. ആ സമയത്ത് ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കയറി എന്നിട്ട് ചോദിച്ചു, യാ അബാ മുഹമ്മദ് മാ ഹാദൽ ജസ, സഹോദര നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്,
നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബേജാറാകുന്നത്, വെപ്രാളപ്പെടുന്നു? ബേജാറാവേണ്ട, വെപ്രാളപ്പെടേണ്ട. വേദനകൾ ഉണ്ടെങ്കിലും സഹിച്ചോ. കാരണം മാ ഹുവ ഇല്ല അൻ തുഫാരിഹ്ക റൂഹക ജസദക്, റൂഹുക ജസദക്, താങ്കളുടെ റൂഹ് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിയുന്നതോടുകൂടി പിന്നെ എന്താ സംഭവിക്കാന്ന് അങ്ങേക്ക് അറിയില്ലേ? ഫതഖ്ദിമു അല അബവൈക്, അങ്ങേക്ക് പിന്നെ അങ്ങയുടെ രണ്ട് ഉപ്പയുടെയും ഉമ്മയുടെയും അടുക്കലേക്ക് പോവാം. അലി വ ഫാത്തിമ വ ജദ്ദൈക്, അങ്ങയുടെ ഉപ്പാപ്പയും ഉമ്മാമയുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖദീജ ബിയുടെ അടുക്കലേക്കല്ല അങ്ങ് പോകുന്നത്. വഅല അമാമിക ഹംസ വ ജഅഫർ, അങ്ങയുടെ കൊച്ചാപ്പന്മാരായ ഹംസയുടെയും ജാഫറിൻ്റെ അടുക്കലേക്കല്ലേ നിങ്ങൾ പോകുന്നത്. വഅല അഖ്വാലിക അൽ ഖാസിം വ തയ്യിബ് വ ഇബ്രാഹിം, അങ്ങയുടെ കാരണവന്മാരായ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയ റസൂലുള്ളാഹിൻ്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെയും ആൺമക്കളായ കാരണവന്മാർ, നിങ്ങളുടെ കാരണവന്മാരായ ഖാസിമിൻ്റെയും അബ്ദുള്ളയുടെയും ഇബ്രാഹിമിൻ്റെയും റളിയല്ലാഹു അൻഹു, അവരെയൊക്കെ കാണാനല്ലേ നിങ്ങൾ പോകുന്നത്. വഅല ഖാലാതിക റുഖയ്യ വ ഉമ്മു കുൽസൂം, നിങ്ങളുടെ അളാമമാരായ റുഖയ്യയും ഉമ്മു കുൽസൂമിനൊക്കെ കാണാനല്ലേ നിങ്ങൾ പോകുന്നത്. ഈ റൂഹ് ഒന്ന് ശരീരത്തോട് വിട്ടുപിരിയേണ്ട താമസമല്ലേ ഉള്ളൂ, പിന്നെ ഇവരുടെയൊക്കെ അടുക്കലല്ലേ നിങ്ങൾ എത്തുന്നത് എന്ന് പറഞ്ഞ് സന്തോഷിപ്പോൾ വസുരിയാനു, അദ്ദേഹത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും വേദനകളും മാറി സന്തോഷം വന്നു എന്നാണ് റളിയല്ലാഹു അൻഹു. അത്രയും മഹത്വമുള്ള സഹാബിയായിരുന്നു ഇദ്ദേഹം. ഇനി അവസാനമായിട്ട് ചരിത്രം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം 7 വയസ്സുള്ളപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. അതുകൊണ്ട് തന്നെ നബിതങ്ങളിൽ നിന്ന് ഒരുപാട് ഹദീസുകളൊന്നും ഇദ്ദേഹം റിവായത്ത് ചെയ്തിട്ടില്ല, കുറച്ച് ഹദീസുകളെ റിവായത്ത് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഉണ്ട്, അതും കൂടി ഒരു ഉപദേശമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മപ്പെടുത്തിയിട്ട് ചരിത്രം അവസാനിപ്പിക്കാം. ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഹദീസ് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്നുണ്ട്. ഹഫിൾതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ മനഃപ്പാടമാക്കിയ, സൂക്ഷിച്ച് ഓർമ്മയിൽ വെക്കുന്ന ഒരു കാര്യമുണ്ട്. നബിതങ്ങളുടെ ഒരു വാക്ക് എന്താണെന്ന് അറിയണ്ടേ നമുക്ക്? നബിതങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക, നിനക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന, നിന്റെ മനസ്സിൽ സംശയം ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും നീ ഉപേക്ഷിക്കണം കേട്ടോ മോനെ. ഇലാ മാ ലാ യരീബുക, എന്നിട്ട് നീ അസ്വസ്ഥത ഉണ്ടാകാത്ത, സംശയം ഉണ്ടാക്കാത്ത കാര്യങ്ങളെ നീ സ്വീകരിക്കണം. കാരണം ഫഇന്ന സിദ്ഖ തുമഅനീനത്തുൻ വൽ കദിബരീബത്തുൻ, കാരണം സത്യസന്ധത എന്നുള്ളത് എപ്പോഴും ഒരു സമാധാനം മനസ്സിന് നൽകുന്ന കാര്യം. ഈ കള്ളവും കള്ളത്തരങ്ങളും ഒക്കെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിനക്ക് സംശയമുള്ളതിനൊന്നും നീ എടുക്കാൻ പോകരുതെന്ന് വളരെ സ്നേഹത്തോടു കൂടി റസൂലുള്ള പറഞ്ഞതായിട്ട് ഞാൻ ഓർമ്മിച്ചു വെക്കുന്നുവെന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങൾ 3 തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന്, ഹലാലാണെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ, അതാണ് ഏറ്റവും കൂടുതലുള്ള കാര്യങ്ങൾ. ഹറാം വളരെ കുറച്ചേ ഉള്ളൂ, ഹലാലാണ് കൂടുതലുള്ളത്. ഹലാലാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അതൊക്കെ നമുക്ക് ചെയ്യാം. രണ്ടാമത്തത്, ഹറാമാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ, അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല, അത് വളരെ കുറച്ചേ ഉള്ളൂ, അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല, അതിൻ്റെ പരിസരത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല, അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാനേ പാടില്ല. മൂന്നാമത്, ഇത് രണ്ടിൻ്റെയും അടുക്കൽ ഹറാമിനേക്കാൾ വളരെ കുറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് ഹലാലാണോ അതല്ല ഹറാമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, ഹറാമാണോ എന്ന് നമുക്ക് സംശയമുള്ള കാര്യങ്ങളാണ്. അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹസൻ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അതിലെന്ത് നിലപാടാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്? ഏറ്റവും സുരക്ഷിതമായ നിലപാട് ആ ഹറാമാണോ എന്ന് സംശയമുള്ള കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് വളരെ സുരക്ഷിതമായതാണ്. കാരണം അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പോലെ നമുക്ക് ഹൃദയത്തിലൊരു സമാധാനം കിട്ടും, അസ്വസ്ഥത മാറും, അതേപോലെ പാപത്തിലെത്താനുള്ള സാഹചര്യങ്ങളും കുറയും. ഇനി നമ്മൾ സംശയമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മളെ പാപമാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് കൊണ്ടെടുക്കും. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജനങ്ങൾ പല ഹലാലുകളെയും ഹറാമിലേക്ക് എത്തിക്കുമോ എന്നതിൻ്റെ പേരിൽ ഉപേക്ഷിക്കുന്ന കാലത്തോളം, പല ഹലാലുകളെയും ഹറാമിലേക്ക് എത്തിക്കുമോ എന്ന പേടിയുടെ പേരിൽ ഉപേക്ഷിക്കുന്ന കാലത്തോളം അവരിൽ നന്മ ബാക്കിയാവുന്ന, നമ്മൾ പറയില്ല ഇവിടെ ഒരു നന്മയും ഇല്ല, എല്ലാ ദീനും പോയി എന്നൊക്കെ പറയില്ല. അങ്ങനെ ദീന് പോകാതിരിക്കാൻ, നന്മകൾ അവശേഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഹറാമിലേക്ക് എത്തിക്കോ എന്ന പേടിയിൽ ഹലാലാണെന്ന് നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഹറാമാണെന്ന് സംശയമുള്ള ഒരു തരി പോലും നമ്മുടെ അകത്ത് പോകരുത്. ഇപ്പം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വിഭവങ്ങളും ഫുഡ് സ്പോട്ടുകളൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് വ്ളോഗർമാരുടെ വ്ളോഗുകളും വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ പോയിട്ട് ട്രൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം വരാറുണ്ട്. പക്ഷെ അങ്ങനെ പുതിയത് കണ്ടാൽ പോയി ട്രൈ ചെയ്യുന്നതിനോട് കൊണ്ട് വിരോധമൊന്നുമില്ല, അത് തെറ്റൊന്നുമല്ല. പക്ഷേ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഹലാലാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പോയി ഭക്ഷിക്കാൻ പാടുള്ളൂ. ഹറാമാണെന്ന് സംശയമുള്ള ഒരു കാര്യവും നമ്മൾ തിന്നാനോ അങ്ങനെയുള്ള കാര്യം ട്രൈ ചെയ്യാനോ പാടില്ല. അതിൽ നമുക്ക് കർശനമായ ഒരു നിലപാടുണ്ടാകണം, നിർബന്ധം ഉണ്ടാകണം. അതിൻ്റെ പേരിൽ നമ്മൾ ആരൊക്കെ ആക്ഷേപിച്ചാലും കുറ്റം പറഞ്ഞാലും ശത്രുക്കൾ നമ്മളെക്കുറിച്ച് എത്രയൊക്കെ മോശം പറഞ്ഞാലും ഒരിക്കലും സംശയമുള്ള ഒരു അത്തരി ഭക്ഷണം പോലും നമ്മുടെ ഉള്ളിലേക്ക് പോകരുത്. കാരണം എന്താ? ഇത് നമ്മുടെ ദുആയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്.
ഹറാമ് നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ നമ്മുടെ ദുആ സ്വീകരിക്കൂല. നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വന്നാൽ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും നമ്മളെ കൈവിട്ടു പോയ അനുഭവങ്ങൾ നമുക്ക് 100 കണക്കിന് പറയാനുണ്ട്. ആരും നമ്മുടെ കൂടെ നിന്നിട്ടില്ല. നമുക്കൊക്കെ ഉള്ള ആകെ പ്രതീക്ഷ എന്താ? പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പെട്ടെന്ന് മുസല്ല വിരിച്ച് 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് ചോദിച്ച് ദുആ ചെയ്തിട്ട് ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും വലിയ ആയുധം. ഹറാമായ ഭക്ഷണം നമ്മുടെ ഉള്ളിൽ പോയാൽ ആ ആയുധത്തെയാണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. അതോടുകൂടി ആ കണക്ഷനൊക്കെ നഷ്ടപ്പെടും. പിന്നെ എത്ര ദുആ ചെയ്താലും, എത്ര അല്ലാ 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 എന്ന് നമ്മൾ വിളിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകുകയില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കഴിക്കുന്ന, നമ്മൾ ട്രൈ ചെയ്യുന്ന ഫുഡുകൾ ഓരോന്നും ഹലാലായിരിക്കണം, 2 ത്വയ്യിബായിരിക്കണം. ഖുർആനാണ് ഇത് നമുക്ക് പറഞ്ഞത്. കുലൂ മിമ്മാ റസഖക്കുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ. ഹലാലായതായിരിക്കണം, ത്വയ്യിബായിരിക്കണം. ത്വയ്യിബായെന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കണം. നമ്മുടെ ആരോഗ്യത്തിനോ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങൾക്കോ ദോഷം വരുത്തുന്ന ഒരു ഭക്ഷണ സാധനങ്ങളോ ആയിരിക്കരുത്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ദീനും സുരക്ഷിതമായിരിക്കും, നമ്മുടെ ആരോഗ്യവും സുരക്ഷിതമായിരിക്കും. ഹറാമാണെന്ന് സംശയമുള്ള ഒരു തരി ഭക്ഷണം പോലും ഇനി നമ്മുടെ ഉള്ളിലേക്ക് പോകരുത്. അതാണ് ഈ ഹദീസിലൂടെ ഹസൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ദഅമാ യരീബുക ഇലാ മാ ലാ യരീബുക. ഇനി നമുക്ക് ഉഹദ് യുദ്ധത്തിലേക്കാണ് കടക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞല്ലോ. അതിനു മുമ്പ് പലരും സംശയമൊക്കെ ചോദിച്ചിരുന്നു, എന്താണ് ഈ അഹ്ലുബൈത്ത് അഹ്ലുബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലുബൈത്ത് ആരാ, ആലുബൈത്ത് ആരാ എന്നൊക്കെ നമുക്ക് സാധാരണഗതിയിൽ സംശയം ഉണ്ടാകാറുണ്ട്. ഞാൻ പഠിച്ചതനുസരിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര അത് ആകെ ഫാത്തിമ ബീവിയിൽ കൂടി മാത്രമാണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള മക്കൾ ആരിൽ നിന്നും ആ പരമ്പര ഇങ്ങനെ മുസൽസലായിട്ട് വന്നിട്ടില്ല, നിന്നുപോയിട്ടുണ്ട്, പരമ്പര മുറിഞ്ഞു പോയിട്ടുണ്ട്. ആകെ ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെയാണ് ആ പരമ്പര ഇങ്ങനെ തുടർന്ന് വന്നിട്ടുള്ളത്. അത് മാഷാ അല്ലാഹ് ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ആ പരമ്പരയിൽപ്പെട്ട ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലേക്ക് ചെന്നെത്തുന്ന, അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലേക്ക് ചെന്നെത്തുന്ന ആളുകൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നമുക്കൊക്കെ കിട്ടിയ വലിയ ഭാഗ്യം, ഞങ്ങളുടെ ശൈഖന്മാരുടെ കൂട്ടത്തിൽ ഹസനികളും ഉണ്ട്, ഹുസൈനികളും ഉണ്ട്. ഹസൻ റളിയല്ലാഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട ശൈഖന്മാരിൽ നിന്നും ഞങ്ങൾ ഹദീസ് പഠിച്ചിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട ശൈഖന്മാരിൽ നിന്നും അൽഹംദുലില്ലാ ഞങ്ങൾ ഹദീസ് പഠിച്ചിട്ടുണ്ട്. ചെറിയ ജീവിതത്തിൽ കിട്ടിയ വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ അതിനെ കാണുകയാണ്. അവർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും ആ പരമ്പര. എന്താ അതിൻ്റെ തെളിവ്? അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം മഹ്ദിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഇത്രത്തി, അതായത് എൻ്റെ കുടുംബത്തിലായിരിക്കും മഹ്ദി, കുടുംബത്തിൽ പരമ്പരയിൽ നിന്നായിരിക്കും. വേറെ ഹദീസിലുണ്ട് മിൻ വുൽദി ഫാത്തിമ, ഫാത്തിമയുടെ സന്താന പരമ്പരയിലായിരിക്കും ഇമാം മഹ്ദി വരിക എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഹദീസിൽ മറ്റു പല റിവായത്തുകളിലും മിൻ ദുർരിയത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹു, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഹസൻ റളിയല്ലാഹു അൻഹു ഇല്ലേ, അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ നിന്നായിരിക്കും ഇമാം മഹ്ദി റഹിമഹുല്ലാ വരിക എന്ന്, അല്ലെങ്കിൽ ഹഫിളഹുല്ല അദ്ദേഹം വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ വരുന്ന ആ പരമ്പര എപ്പം വരെ തുടരും? ഇപ്പോഴും ഉണ്ട്, അതിന് ഖിയാമത്ത് നാൾ വരെയും തുടരുമെന്ന് മനസ്സിലാക്കാം. ഇവരാണ് അഹ്ലുബൈത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആളുകൾ, നബി തങ്ങളുടെ മക്കൾ, പേരമക്കൾ. ഇവർ അവരുടെ ഉപ്പയിലേക്ക് ചേർക്കപ്പെടുന്നതിന് പകരം റസൂലുള്ളാഹിയിലേക്കാണ് ചേർക്കപ്പെടുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. സാധാരണഗതിയിൽ മകളുടെ മക്കൾ അവരുടെ ഉപ്പയിലേക്കല്ലേ ചേർക്കപ്പെടുക, പക്ഷേ റസൂലുള്ളാഹിൻ്റെ മകളുടെ മക്കൾ അവരുടെ ഉപ്പ അലിയിലേക്കല്ല ചേർക്കപ്പെടുക റളിയല്ലാഹു അൻഹു, പിന്നെയോ റസൂലുള്ളാഹിയിലേക്കാണ് ചേർക്കപ്പെടുക. അപ്പോൾ ഇവർ അഹ്ലു ബൈത്താന്നുള്ള വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇവരാണ് ഏറ്റവും ദറജ കൂടിയവർ, ടോപ്പ് കാറ്റഗറിയിലുള്ളവർ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അതും അഹ്ലു ബൈത്തിൽപ്പെട്ടതാണ്, ആലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പെട്ടതാണ്. അതേപോലെ തന്നെ ഇവർ മാത്രമല്ല പക്ഷേ അഹ്ലു ബൈത്ത്, ഇവരുടെ കൂട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്, സകാത്തിൻ്റെ വിഹിതം ഹറാമായ മുഴുവൻ ആളുകളും നബിതങ്ങളുടെ കുടുംബമാണ്. നബിതങ്ങളുടെ കുടുംബക്കാരെ പറ്റി നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാർക്ക് സകാത്ത് ഹറാമാണെന്ന്. അതായത് നമ്മൾ ഒരു വർഷത്തെ കണക്ക് കൂട്ടിയിട്ട് 2.5% മുതൽ അതിൽ നിന്ന് പുറത്തെടുത്തിട്ട് കൊടുത്തു വിടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നബിതങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുത്തു വിട്ടിയാൽ അത് ശരിയാവില്ല. അവർക്ക് കൊടുക്കുന്നത്, അവർക്ക് ആ സക്കാത്തിൻ്റെ മുതൽ ഉപയോഗിക്കൽ എന്താണ്? ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനോട് അബുൽ ഹൗറ എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചു, മാ തദ്കുറു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ചെറുപ്പകാലത്ത് തന്നെ റസൂലുള്ളാഹി മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, അപ്പോൾ റസൂലുള്ളാഹിൽ നിന്ന് നിങ്ങൾ ഓർത്ത് വെക്കുന്ന എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാം, അദ്കുറു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ടുള്ള ഒരു അനുഭവം, ഒരിക്കൽ സദക്കയുടെ ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ കൂട്ടിയിരിക്കുന്നതിൻ്റെ അടുക്കൽ നിന്ന് ഒരു ഈത്തപ്പഴം എടുത്തിട്ട് ഞാൻ വായിലിട്ടു. ചെറിയ കുട്ടിയാണ്, 3-4 വയസ്സുള്ള കുട്ടിയാണ്. ആ ഈത്തപ്പഴം എടുത്തിട്ട് ഞാൻ വായിലിട്ടു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടല്ലോ, ദിവസങ്ങളായിട്ട് പട്ടിണിയാണ്, പ്രാരാബ്ധത്തിലാണ്, വിശപ്പുണ്ടാവും, കുട്ടിയാണ്.
ഈത്തപ്പഴം എടുത്ത് ഞാൻ വായിലിട്ടപ്പോൾ ഫനസഅഹാ ബിലുആബിഹ, റസൂലുള്ളാഹി ഓടി വന്നിട്ട് എൻ്റെ തുപ്പലടക്കം അതിനെങ്ങനെ വായിൽ നിന്ന് പിടിച്ച് പറിച്ച് പുറത്തെടുത്തിട്ട് വജഅലഹ ഫീ തംരി സദഖ, രണ്ടാമത് ആ സദഖയുടെ മുതലിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന്. അപ്പോൾ കണ്ടിരുന്ന ആളുകൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ കാന അലൈക മിൻ ഹാദിഹി തംറ, നബി ഒരു ഈത്തപ്പഴല്ലേ, അതെന്താവാൻ ഒരു കുട്ടിയല്ലേ, അങ്ങനത്തെ ഒരു ക്രൂരത കാണിക്കുന്നു, അത് കുട്ടിക്ക് തിന്നോട്ടല്ലേ, വിശന്നിട്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ആലു മുഹമ്മദ് ലാ തഹില്ലു ലന സദഖ, ഞങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ലാ തഹില്ലു ലന സദഖ, നമുക്ക് സദഖ ഹലാലല്ല, അതായത് സകാത്തിൻ്റെ മുതൽ തിന്നൽ ഹലാലല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഞങ്ങൾ മുഹമ്മദ് നബിയുടെ കുടുംബം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്ത് മനസ്സിലായി, സദഖ സകാത്ത് ഹറാമായ, സകാത്ത് നബിതങ്ങൾ കൊടുക്കാത്ത എല്ലാവരും നബിതങ്ങളുടെ കുടുംബമായി എന്ന് പറഞ്ഞു. അപ്പോൾ നബിതങ്ങൾ ഈ ഫാത്തിമ ബീവിയുടെ പിന്നെ മക്കൾക്ക് മാത്രമല്ല സകാത്ത് കൊടുക്കാതിരുന്നത്, അത് ആരൊക്കെയാണെന്നുള്ള വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായത്തിൽ. സകാത്ത് ഹറാമാകുന്നത് ആരൊക്കെയാണെന്നുള്ള വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ഇബ്നു അബ്ദില്ല ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം എന്നാണ്. ഹാഷിം ഇബ്നു അബ്ദി മനാഫാണല്ലോ. ഈ ഹാഷിം പരമ്പരയിൽപ്പെട്ട മുഴുവൻ ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തിൽ പെടുന്ന ഹാഷിം പരമ്പരയിൽപ്പെട്ട മുഴുവൻ ആളുകളും. ഈ ഹാഷിമിൻ്റെ മകനാണ് ആര്, അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന് 12 മക്കളാണുള്ളത്. മനസ്സിലാക്കണേ, കുറച്ചൊരു കഷ്ടമുണ്ട്, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് മനസ്സിലാവും. അബ്ദുൽ മുത്തലിബിന് 12 മക്കളാണുള്ളത്. അതിൽ 2 പേരാണ് മുസ്ലിം ആയത്. ഒന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു, ബാക്കി അബൂ താലിബോ അബൂ ലഹബോ ഒന്നും മുസ്ലിം ആയിട്ടില്ല. 2 പേരാണ് മുസ്ലിം ആയത്. പക്ഷേ ഈ 12 മക്കളിൽ നിന്ന് പരമ്പര ഇന്ന് വരെ നിലനിൽക്കുന്നത് 4 പേരുടെ പരമ്പര മാത്രമാണ്. 12 മക്കളിൽ നിന്ന് 4 പേർ. അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പരമ്പര, ഹംസ റളിയല്ലാഹുവിൻ്റെ പരമ്പര ഒന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. 4 പേരുടെ പരമ്പര ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ. ഒന്നാരാ, ഒന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹും, 2 ഹാരിസ്, 3 അബൂ ലഹബ്, 4 അബൂ താലിബ്. ഈ ഹാഷിമി കുടുംബത്തിൽപ്പെട്ട ഇവരുടെ പരമ്പരയിൽ നിന്നുള്ള മുസ്ലിമായ മുഴുവൻ ആളുകളും അഹ്ലുബൈത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും ഒരാൾ ഒന്നെങ്കിൽ ഹാരിസിലേക്ക് ചേരുന്ന പരമ്പര ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ അബൂ ലഹബിലേക്ക് ചേരുന്ന പരമ്പരയുള്ള മുസ്ലിമായ വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അബൂ താലിബിലേക്ക് ചേരുന്ന പരമ്പരയുള്ള മുസ്ലിമായ വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്ന് ചേരുന്ന പരമ്പരയുള്ള മുസ്ലിമായ വ്യക്തിയാണെങ്കിൽ അവരൊക്കെ എന്താണ്, അഹ്ലുബൈത്താണ്. അവരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം, അവർക്കുള്ള അവകാശങ്ങൾ അവർക്ക് നൽകണം, അവർക്ക് സക്കാത്തിൻ്റെ മുതൽ ഹറാമാകുകയും ചെയ്യും. ഇത് ഇമാം അബൂ ഹനീഫ റഹിമുള്ളയുടെ അഭിപ്രായം. ഇമാം ഷാഫി റഹിമുള്ളയുടെ അഭിപ്രായത്തിൽ അഹ്ലുബൈത്ത് കുറച്ചും കൂടി വിശാലതാണ്. ഇപ്പോൾ ഹാഷിം, അബ്ദു മനാഫിൻ്റെ മകൻ ഹാഷിം, ഈ ഹാഷിമിൻ്റെ ഒരു സഹോദരനുണ്ട് മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് അല്ല, ഹാഷിമിൻ്റെ സഹോദരനുണ്ട് മുത്തലിബ്. അപ്പോൾ ഇമാം ഷാഫി റഹിമുള്ളയുടെ അഭിപ്രായ പ്രകാരം ഹാഷിം പരമ്പരയിൽപ്പെട്ട മുഴുവൻ ആളുകളും അഹ്ലുബൈത്താണ്. അതേപോലെ ഇപ്പുറത്തുള്ള മുത്തലിബിൻ്റെ പരമ്പരയിൽപ്പെട്ട മുഴുവൻ ആളുകളും അഹ്ലുബൈത്താണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും ബനൂ ഹാഷിമും ബനുൽ മുത്തലിബും ഒന്നാണ്, ഒരേ കുടുംബക്കാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൻ്റെയും മറ്റ് പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഇവർ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നത് ബനൂ ഹാഷിം കുടുംബത്തിൽ പരമ്പരയിൽപ്പെട്ട ആളുകളും ബനുൽ മുത്തലിബ് പരമ്പരയിൽപ്പെട്ട ആളുകളും മുഴുവനും അഹ്ലുബൈത്താണ്. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് ചുരുക്കി പറയാം. അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഏറ്റവും ടോപ്പ് കാറ്റഗറിയിലുള്ളവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അതേപോലെ നബിതങ്ങളുടെ സന്താനങ്ങൾ, ഫാത്തിമ ബീവിയിലൂടെ ബാക്കി മരിച്ചുപോയ സന്താനങ്ങൾ അതിൽപ്പെട്ട്, ബാക്കി ഫാത്തിമ ബീവിയിലൂടെയുള്ള സന്താന പരമ്പരയൊക്കെ അതിൽപ്പെട്ട്. പിന്നെ അടുത്ത അഭിപ്രായ പ്രകാരം ബനൂ ഹാഷിം കുടുംബത്തിൽപ്പെട്ട ആ പരമ്പരയിൽപ്പെട്ട എല്ലാവരും നബിതങ്ങളുടെ കുടുംബക്കാരാണ്. അതേപോലെ ഇമാം ഷാഫി റഹിമുള്ളയുടെ അദ്ദേഹത്തിൻ്റെ മദ്ഹബിലെ ബാക്കി പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ബനൂ ഹാഷിമും ബനുൽ മുത്തലിബും അഹ്ലുബൈത്തിൽപ്പെട്ടവരാണ്. ഇനി അടുത്തൊരു സംശയം, ഇവർക്ക് സക്കാത്ത് ഹറാമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവർ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പട്ടിണി കിടന്നിട്ട് അങ്ങ് ഇത് കഴിയട്ടെ, അവർ ബുദ്ധിമുട്ടിലാകട്ടെ എന്നാണോ? എന്തുകൊണ്ട് സക്കാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഹറാമാക്കി? എന്തുകൊണ്ടാക്കിയത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കാരണം സക്കാത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും ബിഹാ വതുസക്കീഹിം. നബിയെ, നീ അവരിൽ നിന്ന് സദക്കയെ സ്വീകരിക്കണം, അതായത് സക്കാത്തിനെ സ്വീകരിക്കണം. എന്തിനാ? തുതഹിറുഹും ബിഹാ, ആ സക്കാത്തിൻ്റെ സമ്പത്തിലൂടെ അവരെ നീ ശുദ്ധീകരിക്കാമെന്നുണ്ട്. അപ്പം നമ്മൾ ഈ സക്കാത്ത് കൊടുക്കുന്നത് ഒരിക്കലും നമ്മുടെ ഔദാര്യമല്ല, മറിച്ച് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാനുള്ളൊരു പ്രക്രിയയായിട്ട് അള്ളാഹു നിയമമാക്കിയതാണ് ഈ സക്കാത്തിൻ്റെ 2.5% മുതൽ പുറത്തെടുക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഈ 2.5% പുറത്തെടുക്കുന്നത് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിച്ചിട്ട് ബാക്കിയുള്ളൊരു വേസ്റ്റ് പോലെയാണ് ഈ 2% പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് നൽകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് റഹിമഹുല്ലയും മുസ്ലിം റഹിമഹുല്ലയും റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞതായിട്ട് കാണാം, ഇന്ന സദഖത്ത്, അവിടെ ഉദ്ദേശം സക്കാത്താണ്, സക്കാത്ത് ലാ തംബഗി ലി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരിക്കലും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർന്നതല്ല, വലാലി ആലി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലും ചേർന്നതല്ല. അതിൻ്റെ കാരണമായിട്ട് റസൂൽ എന്താ പറഞ്ഞത്? മുസ്ലിമിൻ്റെ ഹദീസാണ്,
ഇന്നമാ ഹിയ ഔസാഖുന്നാസ്, അത് ജനങ്ങളുടെ വേസ്റ്റ് സമ്പത്തിൽപ്പെട്ടതാണ് എന്നാണ്. മനസ്സിലായോ? അതുകൊണ്ട് അവർക്ക് സക്കാത്ത് ഹറാമാന്ന് പറഞ്ഞാൽ അവരെ ബഹുമാനിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഹറാമാക്കിയതാ, അല്ലാണ്ട് അവരെ ഒന്നുകൂടി കഷ്ടപ്പെടുത്താൻ വേണ്ടി ഹറാമാക്കിയതല്ല. പക്ഷെ നമുക്കിവിടെ ഭയങ്കര തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. കഴിഞ്ഞ റമളാനിന് പോലും അതിനെക്കുറിച്ചുള്ള പരാതി വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഒറിജിനൽ ഇങ്ങനെ ബനു ഹാഷിമിലോ ബനുൽ മുത്തലിബിലോ പെട്ട തങ്ങന്മാരെ സയ്യിദന്മാരായ ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മഹല്ല് കമ്മിറ്റിയും ബാക്കിയുള്ള സന്നദ്ധ സംഘടനകളൊക്കെ റമളാനിലൊക്കെ ഭയങ്കര ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നവരായിരിക്കും. ആ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വരുന്ന പൈസ അധികവും സക്കാത്തിൻ്റെ മുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അവർ കിറ്റൊക്കെ ഉണ്ടാക്കി വിതരണം ചെയ്യുമ്പോൾ ഈ പാവങ്ങളെ പരിഗണിക്കൂല, കാരണം അവർക്ക് ഹറാമാണ്. ആ പാവങ്ങളെ പരിഗണിക്കാതെ ബാക്കിയുള്ളവർക്ക് നൽകും. ഈ പാവങ്ങളാണെങ്കിലോ പട്ടിണിയിലും പ്രാരാബ്ധത്തിലും കഷ്ടപ്പാടിലും മുഴുകി കിടക്കുമായിരിക്കും. അവർക്കത് കിട്ടാതെ പോകുന്നുണ്ട്, അവരങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ നമുക്ക് പറ്റുന്ന വലിയൊരു അബദ്ധമാണ്. ശരിയാണ്, സക്കാത്തിൻ്റെ മുതൽ അവർക്ക് കൊടുക്കാൻ പറ്റൂല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അവർക്ക് വേസ്റ്റ് സമ്പത്ത് കൊടുക്കാതെ അവർ ഇത്രയും ബഹുമാനപ്പെട്ടവരായതുകൊണ്ട് മഹത്വമുള്ളതായതുകൊണ്ട് ആ വേസ്റ്റ് കൊടുക്കാതെ നമ്മുടെ അടിസ്ഥാനപരമായ സമ്പത്തിൽ നിന്ന് അവരെ കൊടുത്തിട്ട് ബഹുമാനിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഈ ക്ലാസ് കേട്ട കഴിഞ്ഞ 3-4 ക്ലാസ്സുകളെ അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞ് ഹൃദയത്തിൽ അവരെക്കുറിച്ചുള്ള സ്നേഹം ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ തീരുമാനം എടുക്കണം. നമ്മുടെ മഹല്ലും നമ്മുടെ കമ്മിറ്റിയും അതേപോലെ സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ നമ്മളിപ്പോൾ തന്നെ തീരുമാനം എടുക്കണം. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തണം. അങ്ങനെയുള്ള ആളുകളിൽ ബുദ്ധിമുട്ടുള്ളവരുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. എന്നിട്ട് സക്കാത്ത് അല്ലാത്ത വേറൊരു ഫണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്വരൂപിക്കണം. കാരണം നമ്മുടെ ഹുബ്ബിൻ്റെ ഭാഗമാണത്. അഹ്ലുൽ ബൈത്തിനോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതയുടെ കടപ്പാടിൻ്റെ ഭാഗമാണത്. അവരുടെ അങ്ങനെ ഒരു ഫണ്ട് നമ്മുടെ നല്ല സമ്പത്തിൽ നിന്ന് നമ്മൾ സ്വരൂപിച്ചിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ അഭിമാനത്തിന് ഒരു പോറലും ഏൽക്കാത്ത തരത്തിൽ കുറച്ചും കൂടി രഹസ്യമായ തരത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവരെ കൊടുത്ത് സന്തോഷിപ്പിക്കണം. അർഹരായവർ യഥാർത്ഥ അഹ്ലുൽ ബൈത്തുകാരാണെന്ന് തെളിഞ്ഞവരുണ്ടെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ പരിഗണിക്കണം. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്താൽ നമുക്ക് വലിയ കൂലി തരും. കാരണം അഹ്ലുൽ ബൈത്തിൻ്റെ മുഹബ്ബത്ത് വെക്കുന്നതിൻ്റെ ശ്രേഷ്ഠത ഞാനിനി പറയേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ ബന്ധം ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ബന്ധം ചേർക്കുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബക്കാരെ പരിഗണിക്കുന്നത് പോലെ തന്നെ യഥാർത്ഥ അഹ്ലുൽ ബൈത്തിൻ്റെ ആളുകളെ, നമ്മളെ കാലത്ത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അങ്ങനെ വാദിക്കുന്നവരല്ലാത്തവരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ അഹ്ലുൽ ബൈത്തിൻ്റെ അഹ്ലുകാരെ നമ്മൾ കണ്ടെത്തിയിട്ട് അവർക്കൊരു സഹായമാകുന്ന, ചിലപ്പോൾ നമ്മൾ സമ്പത്ത് കൊണ്ടായിരിക്കും സഹായിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തണം, അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയണം, ഒക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ കൂലി തരും. അല്ലാഹു നമ്മൾ ആ രീതിയിൽ കബൂലാക്കുമാറാകട്ടെ. ഇമാം മാലിക് റഹിമഹുല്ലാ 28 ഒരു സംഭവം കൂടി പറഞ്ഞു നിർത്താം. ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം മദീനത്ത് നിൽക്കുന്ന സമയത്ത് അന്നത്തെ മദീനത്തെ ഗവർണർ ഒരു വിഷയത്തിൽ അദ്ദേഹവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിലായപ്പോൾ അദ്ദേഹത്തെ ശക്തമായി മർദ്ദിച്ചു. അത് ഒരു വലിയ വടി പോലത്തെ സാധനം കൊണ്ട് അദ്ദേഹത്തിന് 2 ഷോൾഡറിലും അടിച്ച് അദ്ദേഹത്തിൻ്റെ ഷോൾഡറൊക്കെ ഇളകിപ്പോയി. പിന്നെ കുറേ നാളുകൾക്ക് അദ്ദേഹത്തിന് കൈ ഉയർത്തിയിട്ട് കമീസ് ധരിക്കാൻ പോലും സാധിച്ചിരുന്നില്ല എന്നാണ്. അദ്ദേഹത്തെ അർദ്ധനഗ്നനായിട്ട് മാർക്കറ്റിലൂടെ ചുറ്റിപ്പിച്ചു. അങ്ങനെയൊക്കെ കുറേ പീഡനങ്ങൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു. അപ്പോൾ അന്നത്തെ ഖലീഫയായിരുന്ന അബൂ ജഅഫർ മൻസൂർ റഹിമഹുല്ലാ അദ്ദേഹം ഹജ്ജിന് വന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്. മദീനത്തെ ഗവർണർ, താൻ നിയമിച്ച ഗവർണർ ഇമാം മാലിക്കിനെ ഇത്രയും അധികം പീഡിപ്പിച്ചു എന്ന് അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം പിടിച്ചു. അദ്ദേഹം ഓടി മാലിക്കിൻ്റെ അടുക്കൽ വന്നിട്ട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞ എന്ത് നടപടികളും ഈ ഗവർണർക്കെതിരെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരുപാട് തവണ കെഞ്ചി ആവശ്യപ്പെട്ടു. പക്ഷേ മാലിക് റഹിമഹുല്ലാ ഒരു പ്രതികാര നടപടിയും എടുക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ ഗവർണർക്ക് പൂർണ്ണമായ മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനം അബൂ ജഅഫർ എണീച്ചു പോയി. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, മഹാനവറുകളെ, അങ്ങ് ഇത്രയും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ആളല്ലേ, വേദനിപ്പിച്ച ആളല്ലേ, വിഷമിപ്പിച്ച ആളല്ലേ, എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചുകൂടായിരുന്നോ? ഇനിയെങ്കിലും അയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി അതൊരു ഉപകാരമായിരുന്നില്ലേ? എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്വീകരിച്ചില്ല, അങ്ങനെ ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആലോചിച്ചിരുന്നു, പക്ഷേ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനെങ്ങാണം ആ മനുഷ്യന് പൊരുത്തപ്പെട്ട് കൊടുക്കാതിരുന്നാൽ നാളെ ഖിയാമത്തിൽ ആളുകൾ വരുമ്പോൾ ഈ മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കൂലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വാഭാവികമായിട്ടും ചോദിക്കൂലേ, എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ പേരക്കുട്ടി ശിക്ഷിക്കപ്പെടുന്നതെന്ന് ചോദിക്കൂലേ? അപ്പോൾ പറയപ്പെടൂലേ, ഇമാം മാലിക്കിനെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് അയാൾ ശിക്ഷിക്കപ്പെടുന്നതെന്ന് പറയപ്പെടൂലേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഞാൻ കാരണം അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ നാളെ ഖിയാമത്ത് നാളിൽ വരുമോ എന്ന് ആലോചിക്കുമോ എനിക്ക് നാണക്കേടാവുന്നു, എനിക്ക് പേടിയാവുന്നു, ബേജാറാവുന്നു. ഞാൻ കാരണം ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബക്കാരിൽപ്പെട്ട ഒരാൾ ശിക്ഷിക്കപ്പെടുകയോ? എനിക്കങ്ങനെ സഹിക്കാൻ കഴിയും? പറ്റൂല.
ഞാൻ അതുകൊണ്ട് എന്നെ ഇത്രയും ബുദ്ധിമുട്ടിച്ച, ഇത്രയും പീഡിപ്പിച്ച ആ ഭരണാധികാരിക്ക് നിരുപാധികം മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതാണ് മുഹബ്ബത്ത്, ഇതാണ് ഹുബ്ബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി തന്നെ അഹ്ലുബൈത്തിൻ്റെ സ്നേഹത്തെയും നമ്മൾ കാണണം. അള്ളാഹു ആ രീതിയിൽ നമുക്കെല്ലാവർക്കും അവരെ സ്നേഹിക്കാനും ഹുബ്ബ് വെക്കാനും ഒക്കെ ഉള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഉഹദ് യുദ്ധത്തിൻ്റെ വിവരണങ്ങളിലേക്ക് കടക്കാം. ഉഹദ് യുദ്ധം വളരെ പ്രധാനപ്പെട്ട യുദ്ധം, നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉഹദ് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് സൂറത്ത് ആൽ ഇംറാൻ നിസായിലൊക്കെ ഉഹദ് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ പാഠങ്ങൾ നമുക്ക് പകർന്ന് നൽകുന്നുണ്ട്. പിന്നെ ഉഹദ് യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ പ്രിയപ്പെട്ടവരിൽ ഒരുപാട് പേരെ നഷ്ടപ്പെട്ട യുദ്ധമാണത് അല്ലേ. നമ്മൾ നബിതങ്ങളുടെ ചരിത്രമാണല്ലോ പറഞ്ഞു വരുന്നത്. ഇനി അങ്ങോട്ട് ഉഹദ് യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ഹംസ റളിയല്ലാഹുവിനെ കുറിച്ച് നമുക്ക് പറയാനില്ല, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാനില്ല, അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹുവിനെ കുറിച്ച് നമുക്ക് പറയാനില്ല. അവരുടെയൊക്കെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് ഏറ്റവും വിഷമം നൽകിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഉഹദിൻ്റെ യുദ്ധം. പിന്നെ ഉഹദ് യുദ്ധത്തെ പറ്റി പല തെറ്റിദ്ധാരണകളും നമുക്കുണ്ട്, നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്, അതും അറിയാനുണ്ട് ഇൻഷാ അല്ലാഹ്. കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഉഹദ് യുദ്ധത്തിൽ ആദ്യ മുസ്ലിമീങ്ങൾ വിജയിച്ചു പിന്നീട് പരാജയപ്പെട്ടു എന്നാണ്. അത് നമ്മളെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ പരാജയമൊന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ നയിച്ച യുദ്ധങ്ങൾ ഒന്നും റസൂലുള്ള പരാജയപ്പെട്ടിട്ടില്ലായിരുന്നു. അത് നമ്മൾ വെറുതെ പറയുകയല്ല, മറിച്ച് ചരിത്ര സത്യങ്ങൾ നമ്മളിങ്ങനെ ഉദ്ധരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഉഹദിൽ നബി തങ്ങൾ രണ്ടാമത് പരാജയപ്പെട്ടു എന്ന് പറയാൻ സാധിക്കാത്തതെന്ന് നമ്മളിങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിശദീകരിക്കും. ആ യുദ്ധത്തിൽ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും പരാജയപ്പെട്ടിട്ടില്ല, മറിച്ച് അവർക്കൊരു പരീക്ഷണമേറ്റു. അള്ളാഹു അവരൊന്ന് പരീക്ഷിച്ചു, ഒന്ന് പിടിച്ചു കുലുക്കി, അത് ശരിയാണ്. പക്ഷെ അവരൊരിക്കലും പരാജയപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന് നമ്മൾ സമർത്ഥിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഉഹദ് യുദ്ധത്തിൻ്റെ വിവരണത്തിൽ നമുക്ക് പറയാനുണ്ട്. അള്ളാഹു നല്ല കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.